എന്തിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചയിൽ സ്ഥാനാർത്ഥി ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്? പ്രിയങ്ക എന്താണെന്ന്? പ്രിയങ്ക ഒന്നുമല്ല. പ്രിയങ്ക ആരാണ്? യു പി തെരഞ്ഞെടുപ്പ് നയിച്ച ആളല്ലേ? എന്തുണ്ടായി അവിടെ? വാട്ട് ഈസ് ദർ ഇൻ പ്രിയങ്ക? അവർക്ക് എന്താണ്? അല്ലല്ല, ഞാന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ തയ്യാറെടുപ്പുകളുടെ എല്ലാ മീറ്റിങ്ങുകൾക്കും വന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിനുള്ള കുഴപ്പമാണ്. ഈ താങ്കളുടെ ഒരു എൻട്രി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വലിയ റോഡ് ഷോ, ദേശീയ നേതാക്കളുടെ നീണ്ട നിര, അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പയിൻ എത്തുന്നു. ഇല്ല, അമിത്ഷാ ക്യാമ്പയിൻ ഒന്നുമില്ല. ഉൾപ്പെടെയുള്ളവർ എത്തുന്നു, ശ്രമിക്കുക. അപ്പൊ എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു ദേശീയ നേതാക്കളുടെ നിരയൊന്നും ഇവിടെ അല്ല. ദേശീയ നേതാക്കൾ എവിടെയും ഉപതെരഞ്ഞെടുപ്പിൽ വരാറില്ലെന്ന്. ഇവർക്ക് പിന്നെ വേറെ ആരും, ഇവരെല്ലാം ആങ്ങളെയും പെങ്ങളും മക്കളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തോന്നുകയാണ്. ദേശീയ നേതാക്കൾ എവിടെയും ഉപതെരഞ്ഞെടുപ്പിൽ വരാറില്ല. അല്ല, അത് ജനറൽ ഇലക്ഷൻ അല്ലേ. ബൈ ഇലക്ഷൻ എവിടെ വരാറുള്ളത്? എന്തായാലും LDF തകർന്ന് തരിപ്പണമാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ തന്നെ വയനാട്ടിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മാഡം ആനി രാജ പറഞ്ഞത് എന്താ? നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതല്ലേ? അയ്യോ, വലിയ തെറ്റുപറ്റിപ്പോയി, എനിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കരുതായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞാലേ, LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമതി ആനി രാജ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, രാഹുൽജിക്കെതിരെ മത്സരിക്കരുതായിരുന്നു. പിന്നെ എന്ത് പ്രസക്തിയാണ് സത്യൻ മൊഹേരിക്കുള്ളത്? പാവം, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ചതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കില്ല. അതിനൊക്കെ അപ്പുറത്ത് പോകും സാർ. ആ സാഹചര്യത്തിൽ നിന്ന് എത്രയോ കേരളം മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം ബോധ്യമായി 20% വോട്ടിലേക്കും ഒരു സീറ്റും കിട്ടി. 3 സീറ്റിൽ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട് ദേശീയ ജനാധിപത്യ സഖ്യം കുതിച്ച് മുന്നോട്ട് പോകുന്ന സമയമാണിത്. അപ്പൊ അതൊക്കെ മാറി. അന്നത്തെ സാഹചര്യമല്ല. അതെ, അത് ഞാൻ ശരിക്കും LDFും UDFും BJP മുന്നേറ്റത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? 2021 മുതൽ പറഞ്ഞ് തേഞ്ഞൊട്ടി മുനയൊടിഞ്ഞ ഒരു സാധനം വീണ്ടും പുതിയ കുപ്പിയിലാക്കിയിട്ട് അവതരിപ്പിക്കല്ലേ? നിങ്ങൾ അതിന് കൂട്ടു നിൽക്കല്ലേ? എന്താണ് അതിൽ എന്തിരിക്കുന്നു? അത് ഇതേ ആരോപണം തന്നെയല്ലേ നേരത്തെ വന്നത്? ഞങ്ങൾ ആരൊക്കെ എവിടെ ഓടി ഒളിച്ചോ? ഒരു പക്ഷമില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അയാൾക്ക് സത്യം, ഞാൻ പിന്നെ ഇതൊന്നും നമ്മൾ ഇത്ര ചെറിയ കാര്യങ്ങൾ സംസാരിക്കേണ്ട ചോദിച്ചില്ല. അയാൾക്കൊരു ഹൗസിംഗ് ലോണ് കണ്ണന്റെ ബാങ്കിലുണ്ട്. ഏത് MK കണ്ണന്റെ. അത് ജപ്തിയായപ്പോൾ ഉടനെ അത് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ പോയി. അപ്പോൾ പറഞ്ഞു സെറ്റിലാക്കി തരാം. വീടും കിടപ്പാടവും പോകുന്ന കേസല്ലേ. സെറ്റിലാക്കി തരുമ്പോൾ പഴയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കണം. അതാണ്. എന്താ നിങ്ങൾ പോയി അന്വേഷിക്കും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അപ്പൊ അയാൾക്ക് ആവശ്യമുണ്ട്. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതെ, ഇപ്പൊ ബാങ്കിൽ ജപ്തി വന്നാൽ പിന്നെ അത് അയാൾക്കൊണ്ട് എങ്ങനെ പരിഹരിക്കും? അപ്പൊ ആരെങ്കിലും സഹായിച്ചു കാണും. അതേന്ന് MK കണ്ണനും CPM എല്ലാവരും ഉണ്ട്. പിന്നെ സതീശനാണ്, VD സതീശനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ആദ്യം തമ്മിൽ അന്തർധാരയാണ്. VD സതീശൻ ഒരാളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വാർത്തകളെല്ലാം വന്നത്. അത് നിങ്ങൾക്കും അറിയാം എന്താണ് അതിന്റെ കാരണം. അതവിടെ ഇരിക്കട്ടെ. എടുത്തോട്ടെ, ആരൊക്കെ എടുക്കേണ്ടത് പറഞ്ഞു. നിങ്ങൾ അതാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന് ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ED കേസ് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ED ഈ കേസിൽ കേരള പോലീസ് FIRലിട്ട എല്ലാ പ്രതികളെയും ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയാതെ നിങ്ങൾ സംസാരിക്കരുത്. ED കോടതിയിൽ പറഞ്ഞത് നടപടികൾ പുരോഗമിക്കുന്നതാണ്. അല്ല, പുറത്തു വരാൻ നിങ്ങൾ പോയിട്ട് RTI അതിൽ കൊടുക്കണ്ടേ? ഇതുപോലെ ഇപ്പോ ED ഇങ്ങനെ പുറത്തു വിടില്ലല്ലോ. ഇതുപോലെ പിന്നെ 2021 പൊളിച്ച മൊഴിയൊക്കെ ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ്. എന്താണ് അതിലുള്ളത്? ഇത് എന്താ പുതിയ ആരോപണമുള്ളത്? അല്ലെ എന്താണ് പുതിയ ആരോപണം? ഞാൻ എന്റെ ചോദ്യം, അതായത് അന്ന് നിങ്ങൾ 400 കോടി ഞാൻ കടത്തി എന്നാണ് പറഞ്ഞത്. ആണോ ഇല്ലയോ? ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ചാർജ് ഷീറ്റ് വന്നപ്പോൾ ഇവർ പറഞ്ഞു 40 കോടിയായി ചുരുങ്ങി. അപ്പം തന്നെ 90% ആവിയായിപ്പോയി. ഇത് തന്നെയാണ് ചാർജ് ഷീറ്റ് കോടതി കൊടുത്തിരിക്കുന്നത്. കോടതിയുടെ മുമ്പിലുള്ള കേസാണ്. ഞാൻ അന്ന് മുതലേ പറയുന്നു, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഈ കയ്യിലേക്ക് ഇതെത്തില്ല. ഒരു കറ പോലും നിങ്ങൾക്ക് ഈ കയ്യിൽ. അന്ന് ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കും.
ഈ കൈയിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ ഒരു ചെറിയ കറയെങ്കിലും എനിക്ക് അത്ര ആത്മവിശ്വാസമുണ്ട്. വേറെ ആർക്കും ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയില്ല. ഈ കേസിൽ ഇതാ ഞാൻ ഈ കൈ കഴുതുക, കൈ രേഖ പറയുന്നതല്ല, ഈ കൈ എന്റെ കയ്യിലേക്ക്, BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കയ്യിലേക്ക്, പാർട്ടിയുടെ കയ്യിലേക്ക് ഈ കറയുടെ ഒരു ചെളി തെറിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അന്ന് പൊതുജീവിതം അവസാനിപ്പിക്കും. ഞാൻ ഏത് അന്വേഷണം നടത്തിക്കോട്ടെ, ഞാൻ 1000 വട്ടം സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ അവര് വീണ്ടും SIT വെച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്ക് വേവലാതിയില്ല. ഞാൻ 1000 വട്ടം സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണം വന്നാലും പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു കളങ്കവും ഒരു പോറലും ഞങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ 23-ാം തീയതി കഴിഞ്ഞാലും ഇതിൽ നിൽക്കണം. 13-ാം തീയതി വരെ നിന്നാ പോരാ. ഈ നവംബർ 13 കഴിഞ്ഞാലും നിങ്ങൾ ഇതിൽ നിൽക്കണം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന ഉള്ളത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ കേസിന്റെ വിധിയൊന്ന്, ഇതിലെന്താണ് സത്യമെന്ന് നിങ്ങളൊന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ അവതാരങ്ങളെ ഇറക്കി ചർവിത ചർവണം ഛർദ്ദിച്ച് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നത്? LDF-ഉം UDF-ഉം പരിഭ്രമിച്ചിരിക്കുകയാണ്, വേവലാതിയിലാണ്. ഞങ്ങൾ നടത്താൻ പോകുന്ന മുന്നേറ്റത്തെ സംബന്ധിച്ച് അവർക്ക് നല്ല വേവലാതിയുണ്ട് എന്ന് കാണണമെങ്കിൽ ഇത് മാത്രം കണ്ടാൽ പോരെ? തെരഞ്ഞെടുപ്പിൽ എന്നും രാവിലെ എണീച്ച് ബ്രേക്കിംഗ് ന്യൂസ് ആരാ കൊടുപ്പിക്കുന്നത്? ഒരു കൂട്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കൂട്ടർ VD സതീശന്റെ ഓഫീസിൽ നിന്ന് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ പുതിയ സംഭവങ്ങൾ, ഇതിനേക്കാൾ വലിയ മൊഴികൾ വന്നിട്ടുണ്ട്. എല്ലാം 21-ന് നമ്മൾ ചർച്ച ചെയ്താണ്. നിങ്ങൾക്ക് വേഗം മറക്കും അരണയുടെ ബുദ്ധിയാണ്. എനിക്ക് അത്ര പെട്ടെന്ന് മറക്കൂല. ഞാൻ ഇതിന്റെ നാൾ വഴികളിലെല്ലാം കോടതിയിലും പോലീസിന് മുമ്പിലും ഒക്കെ ഹാജരായിട്ടുള്ള ഒരാളാണ്. ഈ ആരോപണങ്ങളെല്ലാം എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. 4 മണിക്കൂർ എന്നെ ഇരുത്തി ചോദ്യം ചെയ്തതാണ്. 3 കേസുണ്ടായിരുന്നു. 3 കേസിൽ എന്റെ ശബ്ദ പരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്. വേറെ ഒരു രാഷ്ട്രീയക്കാരനെയും കേരളത്തിൽ നടത്തിയിട്ടില്ല. എന്റെ വോയിസ് ടെസ്റ്റ് അടക്കം ഞാൻ പോയി നിന്ന് 1 മണിക്കൂർ അയാൾ എഴുതി തന്ന് വായിച്ചു. എന്ത് വരും നോക്കാം നമുക്ക്. എന്തിനാണ്? ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. അതല്ലേ വരെ സാർ, ഇതിനേക്കാളും വലിയ പട്ടികജാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് മൊഴി മാറ്റിയല്ല പിൻവലിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് പുഷ്പം പോലെ കോടതി എടുത്ത് കളഞ്ഞു. ഹൈക്കോടതി പോയിരിക്കുന്നു. നമുക്ക് കാണാമല്ലോ, പുഷ്പം പോലെ. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് സാർ? അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് കൊണ്ടുവരണോ? അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഇത് കൊണ്ടുവരണോ? അല്ല, ഞാനതാ പറയും, നിങ്ങൾക്ക് ഏത് ഏജൻസി, നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോവാം, ഈ പറയുന്ന എല്ലാവർക്കും നീതിന്യായ സംവിധാനങ്ങളിൽ എവിടെയും പോവാം. ഞാൻ അതിനൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്കെതിരായിട്ട് നിങ്ങൾക്ക് എന്ത് ആരോപണങ്ങളുണ്ടെങ്കിലും BJPക്കെതിരെ നിങ്ങൾക്ക് എല്ലാ നിയമവഴിയും തേടാം. ഞാൻ ആ നിയമവഴിയിൽ തന്നെ നിൽക്കുന്നത്.